ഉപരിചാര എന്ന രാജാവ് നായാട്ടിന് പോയപ്പോൾ ഒരു മരത്തിന് കീഴിൽ വിശ്രമിക്കുകയും പിന്നീട് ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഉറക്കത്തിൽ ഭാര്യയെക്കുറിച്ച് സ്വപ്നം കാണുകയും ബീജം പുറന്തള്ളുകയും ചെയ്തു. ഈ ബീജം പാഴാക്കാൻ ആഗ്രഹിക്കാതെ രാജാവ് അത് ഒരു ഇലയിൽ പൊതിഞ്ഞ് ഒരു തത്തയ്ക്ക് നൽകുകയും കുഞ്ഞിനെ പ്രസവിക്കുന്നതിനായി അത് ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. യാത്രാമധ്യേ തത്തയെ പരുന്ത് ആക്രമിക്കുകയും ബീജം അടങ്ങിയ പൊതി നദിയിൽ വീഴുകയും ബീജം മത്സ്യം തിന്നുകയും ചെയ്തു. ഈ മത്സ്യം ഒരിക്കൽ ഗിരിക എന്ന അപ്സരയായിരുന്നു. അവൾ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് വരെ മത്സ്യമായിരിക്കാൻ ബ്രഹ്മാവ് ശപിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മത്സ്യത്തൊഴിലാളികൾ ഈ മത്സ്യത്തെ പിടികൂടി. അതിന്റെ വയറ്റിൽ ഇരട്ട കുട്ടികളെ കണ്ടെത്തി. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആ കുട്ടികളെ അവർ രാജാവിന് സമർപ്പിച്ചു. രാജാവ് ആൺകുഞ്ഞിനെ മാത്രം സ്വീകരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ തലവൻ പെൺകുട്ടിയെ ദത്തെടുത്ത് സ്വന്തം മകളായി വളർത്തി. അവളെ സത്യവതി എന്ന് വിളിച്ചിരുന്നുവെങ്കിലും മത്സ്യം മണക്കുന്നതിനാൽ മത്സ്യഗന്ധ എന്ന് കളിയാക്കി. അവൾ സുന്ദരിയായി വളർന്നു കടത്തുതോണി തുഴയുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു.